ഫിലിം ഗാരേജിലേക്ക് ഇവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം ഒഫീഷ്യലായിട്ട് വോൾട്ടർ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന നിവിന്റെ ബെൻസ് എന്ന സിനിമയിലെ വീഡിയോ കണ്ടന്റ് പുറത്തു വന്നിരുന്നല്ലോ. ഇന്നിപ്പോഴത്തെ ഈ കാണുന്ന ഒരു പോസ്റ്റർ കൂടി നിവിൻ പോളി ഒഫീഷ്യലായിട്ട് പുറത്തുവിട്ടിരിക്കുകയാണ്. ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം. മലയാളത്തിലെ ആദ്യത്തെ 250 കോടിയിലധികം കളക്ഷൻ പിന്നിട്ട സിനിമയാണല്ലോ എമ്പുരാൻ. ലാലേട്ടനെ നായകനാക്കി പൃഥ്വിരാജ് സംവിധാനം ചെയ്ത സിനിമയുടെ VFX ബ്രേക്ക് ഡൗൺ വീഡിയോ ഇപ്പോഴത്തെ ഇന്ന് റിലീസ് ആയിരിക്കുകയാണ്. ആശീർവാദ് സിനിമാസ് യൂട്യൂബ് ചാനലിലൂടെയാണ് 5 മിനിറ്റിലധികം ഡ്യൂറേഷനുള്ള വീഡിയോ കണ്ടന്റ് പുറത്തു വന്നിരിക്കുന്നത്. ആസിഫിന്റെ പുതിയ സിനിമ നാളെ തിയേറ്ററുകളിലേക്ക് എത്തുന്നു. സർക്യൂട്ടിന് ശേഷം തിയേറ്ററുകളിലേക്ക് എത്തുന്ന ഏറ്റവും പുതിയ ആസിഫ് സിനിമ ആഭ്യന്തര കുറ്റവാളി എന്ന സിനിമയാണ്. നേരത്തെ ലീഗൽ പ്രശ്നങ്ങളെ തുടർന്ന് റിലീസ് മാറ്റിവെക്കേണ്ടി വന്ന സിനിമയാണെങ്കിലും ജഗദീഷ് ഉൾപ്പെടെയുള്ള അഭിനേതാക്കൾ സിനിമയിൽ വളരെയധികം കോൺഫിഡന്റ് ആണ്. എന്തായാലും അഭിപ്രായങ്ങൾ അറിയാനായിട്ട് നാളെ കാത്തിരിക്കാം. ബോളിവുഡിൽ നിന്നും നാളെ തിയേറ്ററുകളിലേക്ക് എത്തുന്ന വലിയ സിനിമ ഹൗസ്ഫുൾ 5 ആണ്. ഈ സിനിമയുടെ വൻ താരനിര ഭാഗമാകുന്ന സിനിമയുടെ ആദ്യ പ്രതികരണങ്ങൾ കേട്ട് പ്രേക്ഷകർ കാത്തിരിക്കൂ. സൂര്യ 46 എന്ന സിനിമയുടെ പൂജ നേരത്തെ നടന്നതാണല്ലോ. വെങ്കി അറ്റ്ലൂരി സംവിധാനം ചെയ്യുന്ന സൂര്യ ചിത്രത്തിന്റെ ഈ കാണുന്ന ഒരു ഫോട്ടോ പുറത്തുവിട്ടുകൊണ്ട് സിനിമയുടെ ഷൂട്ടിംഗ് എന്ന് ആരംഭിക്കുമെന്ന് കൺഫേം ചെയ്തിരിക്കുകയാണ്. ജൂൺ 9 സിനിമയുടെ ഷൂട്ടിംഗ് ആരംഭിക്കുന്നതാണ്. വളരെ കുറച്ച് വർഷങ്ങൾ കൊണ്ട് തന്നെ തമിഴിലെ വലിയ സംവിധായകനായ ലോകേഷ് കനകരാജ് അമീർ ഖാനെ നായകനാക്കിയ ഒരു സിനിമ ചെയ്യുന്നുവെന്ന് നേരത്തെ തന്നെ റൂമേഴ്സ് ഉണ്ടായിരുന്നതാണല്ലോ. ഇപ്പോഴത്തെ അമീർ തന്നെ അറിയിച്ചത് പ്രകാരം ഒരു സൂപ്പർ ഹീറോ കഥയുമായിട്ട് ലോകേഷ് എത്തിയെന്നും ചർച്ചകൾ നടക്കുന്നുവെന്നൊക്കെയാണ്. ഏറ്റവും അവസാനം പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം അടുത്ത വർഷത്തിന്റെ പകുതിയോടെ ഈ സൂപ്പർ ഹീറോ സിനിമയുടെ ഷൂട്ടിംഗ് ആരംഭിക്കുമെന്നാണ്. വീഡിയോയിൽ അവസാന അപ്ഡേറ്റിലേക്ക് വരികയാണെങ്കിൽ അയാം ഗെയിം മലയാളത്തിൽ നിന്ന് വരാനിരിക്കുന്ന ദുൽഖർ നായകനെത്തുന്ന നഹാസ് ഇതേത്ത് സിനിമയാണല്ലോ. സിനിമയുടെ ഷൂട്ടിംഗ് ഇന്ന് ട്രിവാൻഡ്രത്ത് ജൂൺ 5 പുനരാരംഭിക്കുമെന്ന് നേരത്തെ റിപ്പോർട്ട്സ് ഉണ്ടായത്. എന്നാൽ മഴയെ തുടർന്ന് നിലവിൽ ട്രിവാൻഡ്രം ഷെഡ്യൂൾ നീട്ടിയിരിക്കുകയാണ്. അയാം ഗെയിമിന്റെ അടുത്ത ഷെഡ്യൂൾ ഹൈദരാബാദിൽ ജൂൺ 10 ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ട്. കാത്തിരിക്കാം അയാം ഗെയിമിന്റെ കൂടുതൽ ഷൂട്ട് അപ്ഡേറ്റുകൾക്ക്.